viewers, welcome back to Salem Learning. Niyamisana. Makkal ellarum kaathirunna video aanale. So enodu ellarum ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മിസ് എങ്ങനെയാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗിലെ ആ 8 മാർക്കിന് ചോദ്യം അറ്റംപ്റ്റ് ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം? ഒരുപാട് കൺഫ്യൂഷൻസ്, ഒരുപാട് ഡൗട്ടുകളുള്ള ഒരു ഭാഗമാണത്. സോ ഈ വീഡിയോയിലൂടെ ആ ഡൗട്ട് ഒക്കെ ക്ലിയർ ആകുമെന്ന് മിസ് വിശ്വസിക്കുന്നുണ്ട്. സോ കൃത്യമായിട്ട് വീഡിയോ കാണുക. കോൺസെൻട്രേഷൻ പ്രധാനമാണ്. വീഡിയോ കണ്ട് ബുക്ക് മടക്കി വെച്ച് പോവാതെ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ മിസ് തരുന്ന ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. എത്ര സമയം എടുക്കുന്നുണ്ട്, കാൽക്കുലേഷൻസ് ഒക്കെ കറക്റ്റ് ആണോ, എഴുതൊക്കെ ശരിയാണോ, എത്ര സമയം എടുക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക നിങ്ങളെ തന്നെ. എന്നാൽ മാത്രമേ നമ്മുടെ പബ്ലിക് എക്സാമിന് ആ ചോദ്യം ചോദിക്കുമ്പോൾ കൃത്യമാണ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. സോ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ ഒക്കെ ഉണ്ടാകും. ആ ടെൻഷൻ ഒന്നും വേണ്ട. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി മാർക്ക് കിട്ടും. സോ നമ്മളൊരു കൺസെപ്റ്റ് കാണാതെ പഠിക്കുക എന്നുള്ള ആ കൺസെപ്റ്റിന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യും. ആ ഒരു മൈൻഡിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. സോ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് നമുക്കറിയാം വലിയ ചാപ്റ്ററാണ്, ഒരുപാട് വെയിറ്റേജ് ഉണ്ട്. എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്ററാണ്. ആ എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. എങ്ങനെയാണ് നോക്കിയാലോ? വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ. ദേശീയ വരുമാനം കണക്കാക്കാനുള്ള വഴികൾ ഏതൊക്കെയാണ്? ചുരുക്കി എന്ത് ചെയ്യാൻ, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാൽക്കുലേഷൻ്റെ ഒരു ബി ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം 3 മെത്തേഡ്സ് ആണുള്ളത്. ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, വാല്യൂ ആഡഡ് മെത്തേഡ്. ഈ 3 മെത്തേഡ്സിലെയും ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ് GDP MP ആണ്. നിങ്ങൾ ആരും മറന്നു പോകരുത്. ഈ 3 മെത്തേഡിലെയും ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് സെയിം ആളെ തന്നെയാണ്. അയാളുടെ പേരാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. സോ എന്താണ് GDP MP? GDP എങ്ങനെ NDP ആക്കണം, NNP എങ്ങനെ GNP ആക്കണം എന്നൊക്കെയുള്ളൊരു അടിപൊളി ട്രിക്ക്, എന്താ പറയാ, നിങ്ങൾ ട്രിക്ക് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ, ഒരു ക്രിയേറ്റീവ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഒന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. സോ മക്കൾ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക. കാരണം എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അത് ജസ്റ്റ് കാണിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കത്തും. ഞാൻ പറഞ്ഞതിനെക്കാട്ടും ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും. സോ അതിന്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കൊടുക്കാൻ പറയാം കേട്ടോ. സോ കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യും നമുക്ക് നോക്കിയാലോ. എന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എഴുതണം? എന്താണ് നാഷണൽ ഇൻകം എന്ന് എഴുതണ്ടേ? അതൊരു മര്യാദയല്ലേ. നമ്മളോട് ഒരാളോട് വന്നിട്ട് ഒരാൾ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിന് ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയണ്ടേ. സോ നമ്മുടെ എസ് എ ക്വസ്റ്റ്യന് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ആ ഇൻട്രൊഡക്ഷൻ ആണ് എന്താണ് നാഷണൽ ഇൻകം എന്നുള്ളത്. എന്താണ് മക്കളെ നാഷണൽ ഇൻകം? നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് ദ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിംഗ് എ ഫിനാൻഷ്യൽ ഇയർ April 1 to March 31. അതായത് ഒരു സാമ്പത്തിക വർഷം, അതായത് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ആ വർഷം ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ സാധനങ്ങളുടെയും എല്ലാ സേവനങ്ങളുടെയും ആകെത്തുക സം ടോട്ടലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദേശീയ വരുമാനം എന്ന് വിളിക്കുന്നത്, നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ഇതിനോട് നമ്മൾ എഴുതി വെക്കുക. There are 3 methods അല്ലെ? 3 methods to calculate national income. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ 3 മെത്തേഡുകളാണുള്ളത്. ഒന്നാമത്തെ എന്താണ്? വാല്യൂ ആഡഡ് മെത്തേഡ്. എന്താണ് വാല്യൂ ആഡഡ് മെത്തേഡ്? രണ്ടാമത്തെ എന്താണ്? ഇൻകം മെത്തേഡ് അല്ലെ, വരുമാന രീതി. മൂന്നാമത്തെ എന്താണ്? എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചെലവ് രീതി. അങ്ങനെ 3 മെത്തേഡിന്റെ പേരും എഴുതി വെച്ചു. ഇനി ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യം വാല്യൂ ആഡ് മെത്തേഡ്. ഈ വാല്യൂ ആഡ് മെത്തേഡ് ഡെഫിനിഷൻ മക്കൾ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, മനസ്സിലാക്കി പഠിച്ചാൽ മതി. എന്നാൽ കുറച്ചെങ്കിലും എഴുതണം കേട്ടോ. എന്താ വാല്യൂ ആഡ് മെത്തേഡ് എന്ന് പറയുന്നത്? നമ്മൾ വാല്യൂ ആഡ് ചെയ്യുന്നത്. നോക്കിയ ഡെഫിനിഷൻ. ഇൻ ദിസ് മെത്തേഡ് all the final goods and services produced by each firm in the economy is added. To avoid double counting, we use value add method. ഈ മെത്തേഡിൽ പറയുന്നത് ഒരു രാജ്യത്ത് ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഗുഡ്സിന്റെയും എല്ലാ സർവീസസിന്റെയും നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഒരു ഫേമാണോ, ഒരു കമ്പനിയാണോ ഉണ്ടാവും ഒരു രാജ്യത്ത്? 2 കമ്പനിയാണോ? ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. ആ കമ്പനികൾ ഇപ്പോൾ ചെരുപ്പ് കടയുണ്ട്, തുണിക്കടയുണ്ട്, പടക്കം ഉണ്ടാക്കുന്ന കടയുണ്ട്, തീപ്പെട്ടി ഉണ്ടാക്കുന്ന കടയുണ്ട്, കേക്ക് ഉണ്ടാക്കുന്ന കടയുണ്ട്. അങ്ങനെ ഇവരൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ടോട്ടൽ എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മെത്തേഡിൽ ആഡ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഡബിൾ കൗണ്ടിങ്. എന്താണ് മക്കളെ ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്? സിമ്പിൾ ആയിട്ട് എക്സാമ്പിളോട് പറഞ്ഞു തരാം. ഒരു കേക്ക് കടയുണ്ട്. എന്ത് കടയുണ്ട്? ഒരു കേക്ക് കടയുണ്ട്. ഈ കേക്ക് കടയിൽ നമുക്ക് എന്ത് വേണം? കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് എന്ത് വേണം? ഗോതമ്പ് പൊടി വേണം. സോ ഗോതമ്പ് പൊടി ഉണ്ടാക്കുന്ന, അതായത് വീറ്റ് ഫ്ലോർ ഉണ്ടാക്കുന്ന വേറൊരു ഫാക്ടറി കൂടെ ഉണ്ട്. സോ ഞാൻ ഒരു കാര്യം പറയട്ടെ.
ഈ കേക്ക് കടയുടെ വാല്യൂ ആഡഡ് നമ്മൾ എടുക്കും. അതായത് ഈ കേക്ക് കടയുടെ എത്രയാണോ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും, നാഷണൽ ഇൻകത്തിൽ ആഡ് ചെയ്യും. അതേപോലെ ഈ ഗോതമ്പ് പൊടിയുടെ പ്രോഫിറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്യൂലേ. സോ ഈ രണ്ടിടത്തിൻ്റെയും ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ വീറ്റ് ഫ്ലോർ ഇവിടെയും ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഈ ഗോതമ്പ് പൊടിയുടെ പൈസ 2 തവണ ആഡ് ചെയ്യും. ഇവിടുന്നും ആഡ് ചെയ്യും, ഈ കേക്ക് കടയിൽ നിന്നും ആഡ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ കേക്ക് കടയിൽ നിന്ന് ഈ വീറ്റ് ഫ്ലോറിന്റെ പൈസ അങ്ങോട്ട് മൈനസ് ചെയ്യണം. അതിനെയാണ് വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് മൈനസ് ചെയ്യുക? ഇവിടെ ഒരു ഇക്വേഷൻ നിങ്ങൾ കണ്ട്, വാല്യൂ ആഡഡ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ. ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇടയിൽ യൂസ് ചെയ്യുന്ന, ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഗോതമ്പ് പൊടി എന്താണ് ഇവിടെ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നതാണ്. സപ്പോസ് ഈ കേക്ക് കടയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 500 വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. അതായത് 500 രൂപയ്ക്കാണ് ഇവിടെ കേക്ക് ഉണ്ടാക്കുന്നത്. ഒരു വർഷം കേക്ക് ഉണ്ടാക്കിയത് 500 കോടിക്കാന്ന് വെച്ചോ, നിങ്ങൾ വെച്ചോ, അങ്ങനെ ആലോചിച്ചോ. അപ്പൊ വീറ്റ് ഫ്ലോർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പൈസയും കൂടെ ഈ 500 കോടിക്കകത്തുണ്ട്. അതായത് ഈ 500 കോടിക്കകത്ത് ഗോതമ്പ് പൊടിയുടെ പൈസയും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട്. സോ ഇതിൽ നിന്നും ആഡ് ആയിട്ടുണ്ട്, ഇവിടെയും ആഡ് ആയിട്ടുണ്ട്, 2 തവണ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ കേക്കിന്റെ വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്നും നമ്മൾ ആ ഗോതമ്പ് പൊടിയുടെ പൈസ അങ്ങ് മൈനസ് ചെയ്യുക. കാരണം ഓൾറെഡി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നാഷണൽ ഇൻകം കൂടി വേറെ ഏതോ സംഖ്യയൊക്കെ ആയി മാറും. സോ ഞാൻ പറഞ്ഞു ഇവിടെ 100 കോടിക്കാണ് എന്ത് വാങ്ങിച്ചത്, ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ ആയിട്ടുള്ള മൈദ 100 കോടിക്കാണ് വാങ്ങിച്ചെന്നുണ്ടെങ്കിൽ ഈ 500 മൈനസ് 100 400 കോടിയായിരിക്കും ഈ കേക്കിന്റെ എന്തെന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് ഇവിടെ കണ്ടുപിടിക്കുക. സോ നമ്മൾ ഇടയിൽ യൂസ് ചെയ്യുന്ന ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യും, എക്സ്ട്രാ ആഡ് ചെയ്യും. അത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നാഷണൽ ഇൻകം വലിയ തുകയായിട്ട് മാറും. അങ്ങനെ ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വാല്യൂ ആഡ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. വാല്യൂ ആഡിന്റെ ഫോമിൽ എന്താ മക്കളെ, വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. അതായത് ആ ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം. ഇപ്പം 500 കേക്ക് ഉണ്ടാക്കി ഒരു കേക്കിന് 1000 രൂപയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ ആ ഒരു ഫേമിന് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുക? ആ ഫേം 500 കേക്ക് ഉണ്ടാക്കി. ഒരു കേക്കിന് 1000 രൂപയാണെന്നുണ്ടെങ്കിൽ 500 × 1000 ചെയ്താൽ പോരെ? എത്രയാണ്? 500 കഴിഞ്ഞ് 2 0 വീണ്ടും 3 0 അല്ലെ, 1 2 3 4 5 5 ലക്ഷം അല്ലെ. 5 ലക്ഷമാണ് ആ ഫേമിന്റെ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ എങ്ങനെയാ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുക? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. ഒരു കേക്കിന്റെ പ്രൈസ് 1000 ആയിരുന്നു. എത്ര കേക്ക് ഉണ്ടാക്കി? 500 കേക്ക് ഉണ്ടാക്കി. സോ വാല്യൂ ഓഫ് ഔട്ട്പുട്ടിന്റെ ഫോർമുലയും നമ്മൾ പഠിച്ചു. എന്ത് സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചത്. ഇപ്പൊ ഒരു ചെരുപ്പ് കട 500 ചെരുപ്പ് ഉണ്ടാക്കി. ഒരു ചെരുപ്പിന് 100 രൂപയാണ്. സോ 500 ചെരുപ്പ് ഉണ്ടാക്കി. ഒരു ചെരുപ്പിന് 100 രൂപയാണെന്നുണ്ടെങ്കിൽ 500 × 100 അതാണ് ആ ചെരുപ്പ് കടയുടെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. എത്രയാണ്? 500 2 0 കൂടെ. അപ്പൊ എത്രയാണ്? 50,000. എത്രയാണ്? 50,000 ആണ് ആ കടയുടെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ മൈനസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? വാല്യൂ ആഡഡ് കിട്ടൂ. സോ ഇങ്ങനെയാണ് വാല്യൂ ആഡഡ് മെത്തേഡ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്നത്. നമുക്കൊരു ഇക്വേഷൻ. എന്താണ് ആ ഇക്വേഷൻ? GDP ഈസ് ഈക്വൽ ടു സിഗ്മ n i ഈസ് ഈക്വൽ ടു 1. i എന്ന് പറഞ്ഞ ഫേം ആണ്. അത് 1 ആകാം, എത്ര നമ്പർ വേണമെങ്കിലും ആകാം. GVAI എന്താ? ഗ്രോസ് വാല്യൂ ആഡഡ്. ഗ്രോസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ ഫോംസിനെയും, ഇതൊരു ഫോമേ നമ്മൾ ആലോചിക്കുന്നുള്ളൂ. എല്ലാ ഫോംസിനെ ആഡ് ചെയ്യുമ്പോൾ അത് GVAI ആകും. സോ മക്കൾ ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ ഇതുമാണ്. ഇത് നിങ്ങൾ എഴുതി വെച്ചാൽ മാത്രം മതി. ഇത് പ്രാക്ടിക്കലിലേക്ക് വരുമ്പം ഈ ഇക്വേഷൻ അല്ല, ഈ ഇക്വേഷനാണ് കാൽക്കുലേഷൻസിൽ ഉപയോഗിക്കുക. സോ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് തന്നിട്ടില്ല, ബട്ട് പ്രൈസും ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൈസിന്റെ ക്വാണ്ടിറ്റി ചെയ്താൽ എന്ത് കിട്ടും? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടും എന്നുള്ള കാര്യം മക്കൾ മറന്നു പോകരുത്. അടുത്ത മെത്തേഡ് വളരെ സിമ്പിൾ ആണ്, ഇൻകം മെത്തേഡ്. അതായത് നമ്മുടെ ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റല്, ഓൺടർപ്രണർ അല്ലെങ്കിൽ ഓർഗനൈസർ, ഇവർക്ക് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന റിവാർഡ് നമ്മൾ ആഡ് ചെയ്യാണ്. എന്താ ലാൻഡിന് കിട്ടുന്ന മക്കളെ? ലാൻഡിന് എന്താ കിട്ടുന്നത്? റെന്റ് ആണ് കിട്ടുന്നത്. ലേബർ നമ്മൾ പണിയെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വേജ്, ശമ്പളം കിട്ടും. ക്യാപിറ്റൽ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. ഓൺടർപ്രണർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർഗനൈസർ ആയിട്ടുള്ള എനിക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഒന്നുമില്ല, ഈ റെന്റിനെയും വേജിനെയും ഇൻട്രസ്റ്റിനെയും പ്രോഫിറ്റിനെയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഇൻകം മെത്തേഡിൽ GDP കിട്ടുന്നത്. സിമ്പിൾ അല്ലേ? അപ്പൊ ഇൻകം മെത്തേഡ് വളരെ സിമ്പിൾ ആണ്. അതിനേക്കാളും എളുപ്പമാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ. ഇവിടെ നമ്മൾ എല്ലാ ചെലവുകളാണ് ആഡ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നോക്കിക്കേ, ഇവിടെ ഹൗസ് ഹോൾഡിന് ഉണ്ടാകുന്ന ചെലവ്, അതാണ് C എന്ന് പറയുന്നത്. അതായത് ഫേംസിന് ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, അതാണ് I എന്ന് പറയുന്നത്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, അതാണ് G എന്ന് പറയുന്നത്. എക്സ്പോർട്ടിനെയാണ് X എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ കണ്ടുപിടിക്കുന്ന എന്താണ്? GDP MP ആണ് അല്ലെ. ഡൊമസ്റ്റിക് ആകുമ്പോൾ അതിൽ ഇമ്പോർട്ടുകൾ ഉണ്ടോ?
ഇല്ല. നാഷണൽ ആകുമ്പോൾ മാത്രമേ അതിൽ ഇമ്പോർട്ടുകൾ ഉണ്ടാവുള്ളൂ. സോ ഡി ആയതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ഇമ്പോർട്ട് മൈനസ് ചെയ്യണം. സോ GDP നമ്മൾ എങ്ങനെ ഇവിടെ എഴുതുന്നത്? C+I+G+X-M. ഇങ്ങനെയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? നാഷണൽ ഇൻകം കണ്ടുപിടിക്കാം. സോ വാല്യൂ ആഡ് മെത്തേഡിലാണ് കുറച്ചധികം കാര്യങ്ങൾ പറയാനുള്ളത്. ബാക്കി രണ്ട് മെത്തേഡും സിമ്പിൾ ആണ്. മക്കൾക്ക് ഡെഫിനിഷനും കാര്യങ്ങളും ഇക്വേഷനും ഒക്കെ മനസ്സിലായെങ്കിൽ ഇത് അതേപോലെ എഴുതി വെച്ചാൽ മതി. പറ്റത്തില്ല, ഇത് തീർന്നില്ല. ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു കാൽക്കുലേഷൻ കാര്യം കൂടെ ഉണ്ട് അല്ലേ? ബി ക്വസ്റ്റ്യൻ ഉണ്ട്. കാൽക്കുലേറ്റ് GDP-MP, NDP-FC, NNP-FC. ഇനി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്താൽ. കാരണം ഇതിന് ട്രിക്ക് കത്തി കഴിഞ്ഞാൽ ഇത് ഭയങ്കര സിമ്പിളാണ്. കത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര പാടാണ്. സോ മിസ് കുറച്ച് കാര്യങ്ങളൊന്ന് നിങ്ങളോട് പറഞ്ഞു തരാം. മക്കളെ, ഒരു ഗ്രോസ് പ്രൊഡക്റ്റ്, അതായത് GDP എന്നുള്ളൊരു നാഷണൽ ഇൻകം ഐഡന്റിറ്റീനെ NDP ആക്കുന്ന എങ്ങനെയാണ്? നമുക്കറിയാം, ഗ്രോസിൽ എന്തുണ്ട്? ഡിപ്രീസിയേഷൻ ഉണ്ട്. നെറ്റിൽ എന്തില്ല? ഡിപ്രീസിയേഷൻ ഇല്ല. സോ ഗ്രോസിനെ നെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മൈനസ് ചെയ്താൽ മതി? GDP മൈനസ് ഡിപ്രീസിയേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? NDP എന്ന് പറയുന്നത്. കത്തിയോ? ഇനി അടുത്തത്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, GDP-നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? NNP ആക്കാൻ വേണ്ടി പറ്റില്ല. ആദ്യമേ GDP-നെ നമുക്ക് NDP ആക്കാം, ആ NDP-നെ നമുക്ക് NNP ആക്കാം. കാരണം മറ്റേറ്റേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ലെറ്റർ മാത്രമേ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി GDP-നെ എന്താക്കണം? GNP ആക്കണം. GDP-നെ GNP ആക്കണം. അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആക്കണം. നമുക്കറിയാം ഡൊമസ്റ്റിക്കിലാണ് എന്ത് ഇല്ലാത്തത്? NFIA ഇല്ലാത്തത്. GNP-യിൽ എന്തുണ്ട്? NFIA ഉണ്ട്. സോ GDP-യുടെ കൂടെ NFIA ആഡ് ചെയ്താൽ നമുക്ക് GNP കിട്ടില്ലടാ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഇനി ഒരൊറ്റ ഐറ്റം കൂടെ ഉള്ളൂ, MP-യും FC-യും. അതായത് GDP-MP-നെ എങ്ങനെ, അല്ലെങ്കിൽ GDP-FC-നെ എങ്ങനെ GDP-MP ആക്കി മാറ്റും? എന്ത് ചെയ്യും? എന്ത് ചെയ്താൽ മതി? GDP-FC-യിൽ എന്തില്ല? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഇല്ല. GDP-MP-യിൽ എന്തുണ്ട്? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? GDP-FC പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ചെയ്ത് എന്ത് കിട്ടും? GDP-MP കിട്ടും. കാരണം മാർക്കറ്റ് പ്രൈസിലാണ് ടാക്സ് ഉള്ളതെന്ന് ആലോചിച്ച് വെക്കാം. മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുമ്പോഴാണ് ടാക്സ് ആഡ് ചെയ്യുന്നത്. ഫാക്ടർ കോസ്റ്റിൽ എന്തില്ല? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഇല്ല എന്ന് ഓർത്ത് വെക്കാം. ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് മനസ്സിലായെങ്കിൽ വേഗം നമുക്കിത് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ GDP-MP കണ്ടുപിടിക്കാം. GDP-MP. അപ്പൊ ഇവിടെ നോക്കിക്കേ നിങ്ങൾ, കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, നെറ്റ് എക്സ്പോർട്ട്. ഇക്വേഷൻ മനസ്സിലായി? എന്താണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ഇക്വേഷൻ ആണ് C+I+G+X-M. സി എത്രയാണ് മക്കളെ? സി എന്ന് പറയുന്നത് 20,000 ആണ്. 20,000 ആണ്. ഐ എന്ന് പറയുന്നത്, കാൽക്കുലേറ്റർ വേണം കേട്ടോ. ഐ എന്ന് പറയുന്നത് 12,850 ആണ്. പ്ലസ് ജി എന്ന് പറയുന്നത് 10,500 ആണ്. പ്ലസ് നെറ്റ് എക്സ്പോർട്ട് X-M പ്ലസ് ആഡ് ചെയ്യുക ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? 6,300. കാരണം X-M തന്നിട്ടല്ലേ, അതിൻ്റെ ഇപ്പുറത്തുള്ള സൈൻ എന്താ? പ്ലസ് അല്ലേ, നമ്മൾ ആഡ് ചെയ്യുക ചെയ്യുന്നത്. സോ നമുക്ക് ആഡ് ചെയ്യാം. 20,000 പ്ലസ് 12,850 പ്ലസ് 10,500 പ്ലസ് 6,300. 49,650 crore എന്ന് വരും ആൻസർ. ഓക്കെ, അപ്പം 49,650 crore എന്ന് വരും നമ്മുടെ ആൻസർ. GDP-MP കണ്ടുപിടിച്ചു. ഇനി NDP-FC ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ നോക്കാം, GDP-MP-നെ നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? NDP-FC ആക്കാൻ പറ്റില്ല. കാരണം GDP-MP നമുക്ക് എന്താക്കാം? NDP-MP ആക്കാം. എന്ത് ചെയ്താൽ മതി? നമുക്ക് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കിട്ടി 49,650. അത് എന്നെ ആക്കണം, നെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നെറ്റിൽ എന്തില്ല? ഡിപ്രീസിയേഷൻ ഇല്ല. ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ പോരെ? ഡിപ്രീസിയേഷൻ ഇവിടെ എത്രയാണ്? 500 അല്ലേ? അപ്പം -500. 49,650 മൈനസ് 500 എന്ന് പറയുന്നത് എത്ര കിട്ടും? 49,150 എന്ന് പറഞ്ഞ് കിട്ടും. NDP-MP ആക്കിയില്ലേ? ഇനി ഈ NDP-MP-നെ നമുക്ക് എന്ത് ചെയ്യാം? NDP-FC ആക്കാം. NDP-FC ആക്കാം. അപ്പൊ കിട്ടിയത് എത്രയാണ്? 49,150 ആണ്. അതാണ് NDP-ME എന്ന് പറയുന്നത്. MP-നെ FC ആക്കണം.
എഫ് സിയിൽ എന്തില്ല? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഇല്ല. അപ്പൊ എഫ് സിയിൽ എന്തില്ല? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഇല്ലാത്തത് കൊണ്ട് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് 1800 മൈനസ് ചെയ്താൽ മതി. മൈനസ് 1800. സോ 49,150 മൈനസ് 1,800 എത്ര കിട്ടും? 47,350 crore ആണ് എന്തെന്ന് പറയുന്നത്? NDPFC എന്ന് പറയുന്നത്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? NNPFC. അത് വളരെ സിമ്പിൾ ആണ്. NDPFCനെ NNPFC ആക്കാൻ എന്ത് ചെയ്താൽ മതി? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആഡ് ചെയ്താൽ മതി. ഈ കിട്ടിയ NDPFC എത്രയാണ്? 47,350 പ്ലസ് NFI എത്രയാ മക്കളെ? നോക്ക്, 3,500 ആണ്. പ്ലസ് 3,500 ദാറ്റ് ഈസ് ഈക്വൽ ടു 47,350 പ്ലസ് 3,500 എത്ര കിട്ടും? 50,850 എന്ന് കിട്ടും. എന്ത്? NNPFC. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്നത്. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ ഒന്ന് എഴുതി പഠിക്കുക, മനസ്സിലാക്കി വെക്കുക. ഇതേപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന മിനി മാരത്തോണിലും സൂപ്പർ 30യിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പബ്ലിക് എക്സാം.